ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ വസ്തുക്കളോടെല്ലാം നമ്മൾക്ക് ആഭിമുഖ്യമുണ്ടായാൽ അവയാണ് സുഖം എന്ന് കരുതി അവയെ അഭയം പ്രാപിക്കുമ്പോൾ നാം അതിൽ ബന്ധിതരാവുകയും അതിൻ്റെ ഫലമായി ദുഃഖം മാത്രമേ അതിൽ നിന്നും നമുക്ക് അനുഭവമാകൂ. കാരണം നാം ഇച്ഛിക്കുന്നത് പോലെ അല്ല അവയൊന്നും. ഒരു സ്ത്രീയും പുരുഷനും 12 വർഷം പ്രണയത്തിൽ കഴിഞ്ഞതിന് ശേഷം വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും തെറ്റിപ്പിരിഞ്ഞു. ആ 12 വർഷം പ്രതീക്ഷയിൽ തന്നെ അവർ പരസ്പരം ആകൃഷ്ടരായി ജീവിച്ചു. അടുത്തു കഴിഞ്ഞപ്പോൾ വികർഷണമാണ് ഉണ്ടായത്. ഇതാണ് ലോകവസ്തുക്കളുടെ എല്ലാം സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഓർത്തു മതിമാൻ ആഗ്രഹങ്ങൾ ഒരിക്കലും വിഷം കലർന്നുള്ളവയാണവയെന്നോർത്തറിഞ്ഞുടൻ. ഇതെല്ലാം ഓർത്തു മതിമാൻ, ബുദ്ധിമാനായ ഒരാൾ ഇപ്രകാരത്തിലാണ് ഈ ലോകത്തിലെ വിഷയങ്ങൾ എന്ന് ബോധിച്ച് അതിൽ ആഗ്രഹം ഉദിക്കുകയാണെങ്കിലും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാവണം. ഇപ്പോൾ മനസ്സിൽ തോന്നുന്നവയല്ല നാം കുറച്ച് കഴിയുമ്പോൾ. കയ്യിൽ കിട്ടുന്നത് വരെ നമുക്ക് അത് കിട്ടിയാൽ സുഖമാകും എന്ന് തോന്നും. കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സുഖം നമുക്ക് ദർശിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം. എൻ്റേതായ വസ്തുവിൽ എനിക്കൊരു സുഖവും തോന്നില്ലല്ലോ, കാരണം അതെൻ്റേതായി കഴിഞ്ഞു. അപ്പോൾ അന്യമായവയിലാണ് എനിക്ക് ആഗ്രഹം ജനിക്കുന്നത്. ആ അന്യമായവയെ നാം സ്വന്തമാക്കുമ്പോൾ സ്വന്തമായ സുഖം നമുക്ക് ഉണ്ടാവുകയില്ല. അതിനാൽ നാം വളരെയധികം പ്രപഞ്ച വസ്തുക്കളെ വിചിന്തനം ചെയ്തു വേണം സ്വീകരിക്കാൻ. ഇതെല്ലാം ഓർത്തു മതിമാൻ, ഈ വിഷയങ്ങളുടെ സ്വഭാവത്തെയെല്ലാം ഓർത്ത് ബുദ്ധിമാനായ ഒരാൾ ആ വസ്തുവിൽ ആഗ്രഹങ്ങൾ ഒരിക്കലും, ആ വസ്തുവിൽ നമുക്ക് ആഗ്രഹം തോന്നുകയാണെങ്കിലും വിഷം കലർന്നുള്ളവയാണവയെന്നോർത്തറിഞ്ഞുടൻ. ഇതെല്ലാം തന്നെ വിഷം കലർന്നുള്ളതാണ്. എത്ര സ്വാദിഷ്ടമായ ഒരു പായസമാണെങ്കിലും അവയിൽ അല്പം വിഷത്തുള്ളി വീണിട്ടുണ്ടെങ്കിൽ അത് നാം കഴിക്കാൻ തയ്യാറാകുമോ? അതുപോലെയാണ് ഈ ലോകത്തിലെ ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും. ആദ്യം നമുക്ക് രമണീയമായി തോന്നും, എന്നാൽ അതടുത്ത് കഴിയുമ്പോൾ, അത് സ്വന്തമായി കഴിയുമ്പോൾ അത് മുള്ളുകുത്തുന്ന പ്രതീതിയാണുള്ളത്. പിന്നീട് അതിൻ്റെ അനുഭവം ഒരു മുരുക്കൻ മരത്തിൽ ധാരാളം മുള്ളുകളുണ്ട്. ആ മുരുക്കൻ മരത്തിനെ ചെന്ന് വാരിപ്പുണർന്ന് മുറുകെ പിടിക്കുകയാണ്. കൈ മുറുക്കും തോറും അതിൻ്റെ മുള്ളുകൾ തൻ്റെ നെഞ്ചിൽ ആഞ്ഞു തറയ്ക്കുന്നു. ആ മുള്ള് തറയ്ക്കുന്നതിനെ ഇല്ലാതെയാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ പിടി അയച്ചാൽ മാത്രം മതി. പിന്നെ ആ മുള്ള് നമ്മെ ദ്രോഹിക്കുകയില്ല. നാം അങ്ങോട്ടാണ് അതിനെ ചെന്ന് പിടിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ലോകത്തിലെ ഓരോ പദാർത്ഥങ്ങളെയും സുഖവും സുരക്ഷയും തരും എന്ന് കരുതി നാമാണ് അവയെ വാരിപ്പുണരുന്നത്. ആ മുരുക്ക് മരത്തെ മുറുകെ പിടിച്ച് നീ കുത്തല്ലേ കുത്തല്ലേ എന്ന് പറഞ്ഞാൽ അതിനെ കുത്താതിരിക്കാൻ സാധിക്കുകയില്ല. മുരുക്കിൻ മുള്ള് തൻ്റെ ദേഹത്ത് തറഞ്ഞു കയറുക തന്നെ ചെയ്യും. അതിൻ്റെ വേദനയും താൻ അനുഭവിക്കേണ്ടി വരും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏക പോംവഴി എന്താണ്? ആ മുള്ളിനെ വിടുക എന്നതാണ്. ആ മുറുക്കിപ്പിടുത്തം ഒന്ന് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ആശ്വാസമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെയാണ് പ്രപഞ്ച വസ്തുക്കളും. ഇതെല്ലാം മഹത്തുക്കൾ പറഞ്ഞു തരുന്ന ഉപദേശസാരങ്ങളാണ്. ഇതെല്ലാം ഓർത്തു മതിമാൻ ആഗ്രഹങ്ങൾ ഒരിക്കലും
വിഷം കലർന്നുള്ളവയാണവയെന്നോർത്തങ്ങറിഞ്ഞുടൻ.